ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെ പരമാധികാരി ആയത്തുള്ള അലി ഖാംനെയെ വധിക്കുക എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇരു രാജ്യങ്ങളുടെയും പല തലങ്ങളിലുള്ള തലവന്മാർ പലതവണ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചത് അൺകണ്ടീഷണൽ സറണ്ടർ എന്നായിരുന്നു. നിരുപാധികമായി ഉപാധിരഹിതമായി കീഴടങ്ങുക, അല്ല എന്നുണ്ടെങ്കിൽ ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇറാന്റെ പരമാധികാരി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നും ആ സ്ഥലം എങ്ങനെ വളയാമെന്നും എങ്ങനെ ആയത്തുള്ള അലി ഖാംനെയെ സ്കെച്ചിട്ട് തീർക്കാമെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് ചെയ്യാതിരിക്കുകയാണ് എന്ന മട്ടിൽ ഒരു ഔദാര്യം പോലെയാണ് ഖാംനെയി ജീവിച്ചിരിക്കുന്നത് എന്ന തരത്തിൽ ഖാംനെയിയെ വല്ലാതെ ലോകത്തിന് മുന്നിൽ അവഹേളിച്ചുകൊണ്ട് ട്രംപ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള പലരും ഇതേ തരത്തിലുള്ള, അതായത് ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പദവിയിലിരിക്കുന്ന ഒരു നേതാവിനെ അവഹേളിച്ച് ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാളെന്ന മട്ടിലൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലൊക്കെ പരാമർശിച്ചിരുന്നു. പക്ഷെ 12 ദിവസത്തിന് ശേഷം വെടിനിർത്തൽ എന്ന അവസ്ഥയിലേക്ക് സ്വയം എത്തിച്ചേർന്ന ശേഷം ഇറാന്റെ കാല് പിടിച്ച് യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോയപ്പോൾ ലോകത്തിന് മനസ്സിലായി ആരാണ് ഏറ്റവും പവർഫുള്ളായ നേതാവ് എന്ന്. അത് ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയി തന്നെയാണ് എന്ന് ഇപ്പോൾ ലോകം ഒന്നടങ്കം പറയുന്ന സാഹചര്യം എത്തി, അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകൾ നടക്കുകയാണ്. അതിനുള്ള കാരണം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതൊന്നും നടപ്പാക്കാൻ നെതന്യാഹുവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നെതന്യാഹു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ, ഏകപക്ഷീയമായി ഇറാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ പറഞ്ഞത് ഇസ്രായേലിനെതിരായ ഭീഷണികൾ മുഴുവൻ അവസാനിപ്പിച്ച ശേഷമേ യുദ്ധം നിർത്തൂ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ ശേഷമേ ഞങ്ങൾ ഈ യുദ്ധം നിർത്തൂ എന്നായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞത് എത്രയും വേഗം ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ ബാക്കിയുണ്ടാകില്ല, ചർച്ചകൾ നടത്താൻ ഇനി നിങ്ങൾക്ക് അവസരമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്നാണ്. അല്ലെങ്കിൽ തീർത്തു കളയുമെന്ന മട്ടിൽ തന്നെയായിരുന്നു ട്രംപിന്റെയും ഭീഷണി. പക്ഷേ അപ്പോൾ മുതൽ ഇപ്പോൾ വരെ എപ്പോഴും ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇറാന്റെ പരമാധികാരിക്ക് ഒരൊറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ: ഞങ്ങൾ നിരുപാധികം കീഴടങ്ങില്ല, ഉപാധിരഹിതമായ കീഴടങ്ങൽ എന്നൊന്നും ഞങ്ങളുടെ ഡിക്ഷണറിയിലില്ല, ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ ഞങ്ങൾ മുട്ടുകുത്തിക്കും. ഇതാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും അങ്ങോട്ട് ആയത്തുള്ള അലി ഖാംനെയി എന്ന പരമാധികാരി പറഞ്ഞുകൊണ്ടിരുന്നത്, ഇറാന്റെ ആത്മീയ ആചാര്യൻ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആയത്തുള്ള അലി ഖാംനെയി എന്ന നേതാവ് പറഞ്ഞത് അതേപടി സംഭവിച്ചിരിക്കുന്നു. യുദ്ധത്തിനിറങ്ങിയവർ തന്നെ നിരുപാധികം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിരിക്കുന്നു. ഇനിയും ഇറാനോട് കോർക്കാൻ ചെന്നാൽ പിന്നെ ബാക്കിയുണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം മറ്റാരെക്കാളും നന്നായി ഏറ്റവും ഒടുവിൽ ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇറാനോട് മുട്ടിയാൽ ഒരു കാലത്തും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രായേലും മനസ്സിലാക്കിയത് കൊണ്ടാണ് അമേരിക്കയെ സഹായത്തിന് വിളിച്ച് അമേരിക്കയെ കൊണ്ട് ഇറാനിൽ ഏറ്റവും ഒടുവിൽ ഒരു ഇടപെടൽ നടത്തിച്ചു നോക്കിയത്, ഒരു ആക്രമണം നടത്തിച്ചു നോക്കിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇറാനെ തൊടാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായതോടെ ഇസ്രായേലും പതിയെ പിന്മാറുകയായിരുന്നു. അതിനുശേഷം ഇസ്രായേലിൽ ഒരു കണക്കെടുപ്പ് നടന്നപ്പോൾ 40,000-ലധികം കെട്ടിടങ്ങൾ തകർന്നു തരിപ്പണമായി എന്നും 10,000-ലധികം ആളുകൾ തെരുവിലേക്ക്, അവരുടെ വീടും സ്ഥാപനങ്ങളും ബിസിനസ്സും എല്ലാം നഷ്ടപ്പെട്ട് പിച്ചതണ്ടുന്ന അവസ്ഥയിലേക്ക് തെരുവിലേക്ക് എടുത്തെറിയപ്പെട്ടെന്നും രണ്ടാഴ്ച കാലത്തോളം ബങ്കറിൽ കഴിയേണ്ടതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ ആ രാജ്യത്തെ ജനതയ്ക്കുണ്ടായി എന്നും ഒക്കെയുള്ള കണക്കുകൾ പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ പുനരുദ്ധാരണത്തിന് വേണ്ടി അവിടുത്തെ സന്നദ്ധ സംഘടന പിരിവിട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിൽ. 2 വർഷക്കാലം യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഏതാണ്ട് അത്ര തന്നെ ചെലവ് ഈ പറയുന്ന പ്രതിരോധത്തിന് വേണ്ടി, ഈ ഇറാന്റെ മിസൈലുകൾ തടുക്കുന്നതിന് വേണ്ടി അടക്കം വേറെയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനിയും ആ രാജ്യത്തിന് ആക്രമണം, പ്രത്യാക്രമണം, യുദ്ധം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാമ്പത്തികമായി എത്രത്തോളം കഴിയുമെന്നതൊരു വലിയ ചോദ്യമായി നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അമേരിക്കയുടെ ഒരു പിൻബലം അത് ഇസ്രായേലിനുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്ക് എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാമെന്നും കരുതുന്നവരുണ്ടായിരുന്നു. പക്ഷെ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോട് പറയുന്നത് ഇനി യുദ്ധത്തിന് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന തരത്തിലാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആയത്തുള്ള അലി ഖാംനെയും ഇറാനും പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു. അവർ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. അത് അതുപോലെ തന്നെ അവർ തുടർന്നു. അവർ ഏറ്റവും ഒടുവിൽ, അതായത് വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക അഭ്യർത്ഥിക്കുന്നത് വരെ, ഏറ്റവും ഒടുവിൽ ഇറാഖിലെയും ഖത്തറിലെയും സിറിയയിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആ ആക്രമണങ്ങൾ നടത്തുന്നതൊക്കെയും ഇറാൻ നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്.
ആയത്തുള്ള അലി ഖാംനെയി എന്ന ആത്മീയ ആചാര്യൻ കൊടുത്ത ഒരൊറ്റ വാക്ക്, ആ ഒരൊറ്റ വാക്കിന്മേലാണ് IRGC ഉൾപ്പെടെയുള്ള ആ രാജ്യത്തിൻ്റെ സൈനിക സംവിധാനങ്ങൾ മുഴുവൻ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സൈന്യത്തിനുള്ളിൽ തന്നെ പല ചേരികളുണ്ട്. അമേരിക്കയിൽ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന ട്രംപിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇറാന് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ പല അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. വല്ലാത്ത കൺഫ്യൂഷനിലൂടെയാണ് അവരൊക്കെ കടന്നു പോകുന്നത്. പക്ഷേ ഇറാന് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പലരും പറഞ്ഞു ഇറാനിലെ ഭരണത്തിൽ അവിടുത്തെ ജനങ്ങൾ അസംതൃപ്തരാണ്, അവിടുത്തെ ജനങ്ങൾ വലിയ സ്പ്ലിറ്റാണ്, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ഇരച്ചെത്തുന്നു എന്നൊക്കെ ചില യൂട്യൂബർമാരൊക്കെ ഇവിടെ തള്ളിമറിച്ചിരുന്നു. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? ഈ ഒരു ആക്രമണത്തോടു കൂടി ഇറാനിലെ ജനങ്ങൾ യുണൈറ്റ് ആയിരിക്കുന്നു, അവർ ഒന്നിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ നാടിന് നേരെ ഒരു ആക്രമണം പാശ്ചാത്യ ശക്തികൾ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിന് എതിരെ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത്. അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, മറ്റൊന്നുമില്ല. നമുക്ക് നമ്മുടെ രാഷ്ട്രമാണ് വലുത്, നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ ഭാരതമാണ് വലുത്. നമ്മൾ ഒന്നിച്ചൊറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങും. ഇത് തന്നെയാണ് ഇറാനിൽ സംഭവിച്ചത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ആഭ്യന്തര കുഴപ്പങ്ങളുണ്ടായിരുന്നു, ആഭ്യന്തര കലഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ അമേരിക്കയും ഇസ്രായേലും വട്ടം കൂടി നിന്ന് ഇറാനെ അടിക്കാൻ തുടങ്ങിയതോടുകൂടി അവിടുത്തെ ജനങ്ങൾ നമ്മൾ സുരക്ഷിതരായിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭരണകൂടത്തിന് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം തെരുവുകളിലൂടെ 10,000 കണക്കിന് ആളുകൾ